ഇതൊരു ഹൈ പാസ് ഫിൽറ്റർ ആംപ്ലിഫയർ ആണ്. BIODയുടെ ഹൈ പാസ് ഫിൽറ്റർ ആംപ്ലിഫയർ ആണ്. അതിൽ പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൈ പാസ് ഫിൽറ്റർ എന്നല്ല പറഞ്ഞത്, ഹൈ പാസ് ഫിൽറ്റർ ആംപ്ലിഫയർ എന്നാണ്. അതായത് ഇത് ആംപ്ലിഫയറോട് കൂടിയ ഒരു ഹൈ പാസ് ഫിൽറ്ററാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് വരിക എന്ന് വെച്ചാൽ ഹൈ പാസ് ചെയ്തതിന് ശേഷം അത് ആംപ്ലിഫൈ ചെയ്ത് ഡയറക്റ്റ് സ്പീക്കർ ഔട്ട് തരുന്നു. അതിനൊരു കൺട്രോൾ കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഫുൾ ഫങ്ഷൻ ഇതിലൂടെ തന്നെ നടക്കുന്നു. ജസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ട്വീറ്ററിലേക്കുള്ള സിഗ്നൽ ഹൈ പാസ് ഫിൽറ്ററിലൂടെ കടന്ന് നല്ല ക്ലീൻ ആയിട്ട്, ഒരിക്കലും ക്ലിപ്പ് വരാത്ത രൂപത്തിൽ, കലക്ക് വരാത്ത രൂപത്തിൽ, ഹാർഷ് സൗണ്ട് വരാത്ത രൂപത്തിൽ അത് ക്ലിയർ ആയിട്ട് ട്വീറ്ററിലൂടെ വരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള ആംപ്ലിഫയർ ഈ കാണുന്ന ഈ IC ആണ് ഇതിനകത്തുള്ള ആംപ്ലിഫയർ. UTC 2030A ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംപ്ലിഫയർ. 12 വോൾട്ടിൽ റൺ ചെയ്യുന്ന ആംപ്ലിഫയർ. അപ്പോൾ 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ഡയറക്റ്റ് ട്വീറ്ററിൻ്റെ കണക്ഷൻ ഇതിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ ഔട്ട്പുട്ട് ആണെന്ന് ആദ്യം നമുക്കിത് ടെസ്റ്റ് ചെയ്ത് ശ്രദ്ധിച്ച് നോക്കാം. എന്നിട്ട് ഇത് ഹൈ പാസ് ഫിൽറ്റർ ആംപ്ലിഫയർ ബൈ ആംബിംഗ് ആണോ, ബൈ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാവോ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നമ്മളിവിടെ ഒരു ട്വീറ്റർ എടുത്തിട്ടുണ്ട്. ഒരു സിപ്പിൻ്റെ സാധാരണ പൈസോ ഇലക്ട്രിക് ട്വീറ്ററാണ്. അതുകൂടാതെ നമുക്കൊരു RD02ൻ്റെ ഒരു ട്വീറ്റർ കൂടെ ഉണ്ട്. അതും കൂടെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ബോർഡ് കണക്ട് ചെയ്യാൻ ഇവിടെ 12 വോൾട്ട് DC ആണ് കൊടുക്കേണ്ടത്. നമുക്കിവിടെ ഈ ഇൻപുട്ട് എന്ന് കാണുന്നിടത്ത് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ടാണ്. ഈ ട്വീറ്റർ എന്ന് കാണുന്നിടത്ത് നമ്മൾ ഡയറക്റ്റ് ട്വീറ്ററാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് വോളിയം കൺട്രോൾ, ഈ ട്വീറ്ററിലേക്കുള്ള സൗണ്ട് ഇതിലൂടെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ആദ്യം അത് കണക്ട് ചെയ്യാൻ ഞാനിവിടെ ഒരു ട്വീറ്റർ എടുത്തിട്ടുണ്ട്. നമ്മളൊരു 12 വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട് ആ 12 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നു. മൊബൈൽ ഫോണിൽ നിന്നുള്ള ഡയറക്റ്റ് ഇൻപുട്ട് ഇതിലേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ട്വീറ്റർ കണക്ഷൻ ആദ്യം കൊടുക്കുകയാണ്. ഈ ഭാഗത്തായിട്ടാണ് ട്വീറ്റർ കണക്ഷൻ. ഇത് ഗ്രൗണ്ട്, മറ്റേത് പോസിറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് കൊടുക്കാൻ ഞാൻ അവിടെ ഒരു കണക്ടർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിവിടെ ലിങ്ക് ചെയ്ത് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ജസ്റ്റ് റാമ്പ് കണക്ട് ചെയ്തൊന്ന് പ്ലേ ചെയ്ത് നോക്കണം, നമ്മൾ കേൾക്കുന്ന സൗണ്ട് എങ്ങനെയാണ് ഫുൾ റേഞ്ചിലുള്ളത്. ഇവിടെ ഇൻപുട്ട് ഗ്രൗണ്ട്, ലെഫ്റ്റ് റൈറ്റ്. ഇനി നമ്മൾ DC വോൾട്ട് കൊടുത്താൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു LED ഉണ്ട്. ഈ LED ഓണാവും. നോക്കാം. ഓണാകുമ്പോൾ ട്വീറ്ററിൽ നിന്ന് ടിക്കുന്നൊരു സൗണ്ട് വരുന്നു. ഓണായി, ബ്ലൂ ഇൻഡിക്കേറ്റർ കത്തി. ഓക്കെ അപ്പം ഇനി നോർത്തി വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ പ്ലേ ആക്കിയിട്ടുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നത്. ഇതിപ്പോൾ ലോ വോളിയം, ഏറ്റവും കുറഞ്ഞ വോളിയം. ഇനി അത് നമ്മളിപ്പോൾ ഹൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് വോളിയം കൂട്ടുമുള്ളത് ആ ക്ലിപ്പ് ആവുമോ എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കും. ഏത് പാട്ടാന്ന് മനസ്സിലാവണില്ലേ അല്ലേ? ഞാനൊന്ന് അതിൻ്റെ കൂടെ ആമ്പ് കൂടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതിന് നമ്മളിവിടെ ഇതും കൂടി കണക്ട് ചെയ്താൽ like water, so I'm going mainstream. ചാനൽ കുറച്ചു. എന്താ മിസ്സിങ് നോക്കിയേ, എന്ത് രസത്തിലാ മിസ്സാന്ന് നോക്കിയേ.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ്. ഇനി ഇത് RD02 ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതാണ് സിപ്പിൻ്റെ ട്യൂട്ടർ. ഇതും സിപ്പ് തന്നെയാണ്, രണ്ടും മോഡലാണ് സിപ്പിൻ്റെ തന്നെ. അപ്പോൾ ഇതയച്ച് അതിൽ കൊടുത്താൽ ആ വ്യത്യാസം പെട്ടെന്നറിയാം. ഒരു 15 to 20 വാട്ട്സ് റേറ്റിംഗ് ഉള്ള ഒരു ട്യൂട്ടറിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫിൽറ്റർ ആംബ് കണക്ട് ചെയ്യാം. ഇനി സെയിം മ്യൂസിക് തന്നെ നമുക്കൊന്നുകൂടി പ്ലേ ചെയ്യാം. ഇങ്ങനെ മനസ്സിലാവില്ല, ഓഡിയോൻ്റെ കൂടെ ഇത് മിക്സ് ആണോ. നമ്മൾ ഒറ്റയ്ക്ക് അത് സ്വന്തം കേൾക്കുമ്പോൾ ഉള്ള അത് അത്ര സ്മൂത്തല്ല, നമുക്കത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ രസം കിട്ടുന്നത്. കൂട്ടിയേക്കാറ് ഇനി നമുക്ക് നമ്മുടെ മലയാളം എന്ന് വെച്ച് നോക്കാം. കോപ്പറേറ്റ് വീട്ടിലേക്ക് ഓക്കെ, ഇത് ഹൈ മാത്രം കേൾക്കുന്നു. അപ്പോൾ ഇനി ഡിസ്കണക്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ആ ഒരു പ്രത്യേകത, ആ ഒരു ഹൈ പാസ് ഫിൽറ്റർ ആംപ്ലിഫയർ ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ശരിക്കും ഒരു ബയാമ്പിങ്ങിൻ്റെ ഒരു സ്വഭാവം നമുക്ക് തോന്നുമെങ്കിലും അത് ബയാമ്പിങ് അല്ല. പക്ഷേ ബയാമ്പിങ്ങിന് കിട്ടുന്ന ആ ഒരു സുഖം ഇതുപോലെ തന്നെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ലോ ഫ്രീക്വൻസി കാരണം ഇൻ്ററപ്റ്റഡ് ആവുന്നില്ല, നമ്മുടെ ഹൈ ഫ്രീക്വൻസി കാരണം ഇൻ്ററപ്റ്റഡ് ആവുന്നില്ല. അത് രണ്ടും സെപ്പറേറ്റ് ആംപ്ലിഫയറിലൂടെ 2 സെക്ഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സുഖം അത് വേറെ തന്നെയാണ്. ഇപ്പം കേട്ടതും ആ ഒരു എക്സ്പീരിയൻസ് പോലെയാണ് തോന്നുന്നത്, പക്ഷേ ബയാമ്പിങ് അല്ല. ഈ ബോർഡിൽ നിന്നുള്ള കണക്ഷൻ നമുക്ക് നേരെ ഈ ഇവിടെ ട്യൂട്ടർ കണ്ടല്ലോ, ഈ ട്യൂട്ടറിലേക്ക് മിഡിലേക്ക് വേറെയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫുൾ സെക്ഷൻ ബയാമ്പ് ചെയ്തിട്ട് ഇതിനുള്ളിൽ പാസീവ് ഫിൽറ്റർ ഇടാം. അതല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്, ഡയറക്റ്റ് ഈ ട്യൂട്ടറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ബോർഡ് കൊണ്ടുള്ള ഉദ്ദേശം ശരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കണക്ഷൻ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു കണക്ഷനാണ് ഇതിൻ്റെ അകത്തേക്ക് ഇൻപുട്ട് ഉള്ള ബാക്കിൽ ഒരു കണക്ഷൻ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരു പാസീവ് ക്രോസ് ഓവർ ഇട്ടിട്ട് അത് 3 സെക്ഷൻ ആക്കുകയാണ്, ലോ മിഡ് ഹൈ. ആ സ്ഥാനത്ത് നമുക്ക് ഈ ലോ മിഡും ആ പാസീവ് വഴി കൊടുത്തതിന് ശേഷം ഈ ഹൈ നേരിട്ടിപ്പോൾ കൊടുത്തിട്ട് ഈ ട്യൂട്ടറിലേക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യിക്കാം. അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ബോർഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇങ്ങനത്തെ 2 ബോർഡ് 2 ചാനലിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2 ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റീരിയോ ആയിട്ട് തന്നെ കിട്ടും. മറ്റേത് ഇതിൽ മിക്സ് ആയിട്ട് ഒറ്റ ചാനലായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ 2 സെക്ഷൻ ഇൻപുട്ടായിട്ട് ഒരു സ്പീക്കർ ബോക്സിൽ ഉണ്ടെങ്കിൽ അത് ബൈ വയറിംഗ് ഉള്ള സ്പീക്കറാണ്. ബൈ ആംബ് കണക്ട് ചെയ്യാവുന്ന ടൈപ്പ് സ്പീക്കറാണ്.
പക്ഷേ ആ സ്പീക്കർ അല്ല ഇത് പാസീവ് ക്രോസ് ഓവർ നിലവിലുള്ള സ്പീക്കറാണ്. അതിനകത്തോട്ട് നമ്മളൊരു ആക്റ്റീവ് സെക്ഷൻ കൊടുക്കുകയാണ്. അപ്പോഴും ഇത് ബൈആമ്പിങ്ങോ ബൈവയറിങ്ങോ ആവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ശരിക്കും ബൈആമ്പിങ് എപ്പോഴാണ് ആവശ്യം വരിക, അത് ബൈവയറിങ്ങിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ, 2 സെക്ഷനിലേക്ക് 2 തരം ആംപ്ലിഫയർ 2 തരത്തിലുള്ള ഫ്രീക്വൻസി ലെവൽ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു സെക്ഷനിലേക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ മാത്രമേ അവിടെ ബൈആമ്പിങ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വണ്ടി, ഓട്ടോ, ജീപ്പ്, കാർ ഏതായാലും ശരി, അതിലേക്കിപ്പോൾ ട്യൂട്ടറുകൾക്ക് നല്ല സ്മൂത്ത് എഫക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിനകത്തുള്ള പോരായ്മ തോന്നുകയാണെങ്കിൽ ഇത് വെച്ച് ആക്റ്റീവ് ആക്കിയിട്ട് നിങ്ങൾക്ക് ആ ട്യൂട്ടർ സെക്ഷൻ മൊത്തം കണക്ട് ചെയ്താൽ സൂപ്പർ. ഇത് 2 ട്യൂട്ടർ കൊടുക്കാമെന്നാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്, VI ഓഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാസീവ് ക്രോസ് ഓവർ, ഹൈ ക്വാളിറ്റി പാസീവ് ക്രോസ് ഓവർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10, 2000, 3000, 2500, 1800 ആ റേഞ്ചിൽ നിന്ന് അങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി. ഹൈ ക്വാളിറ്റി ആക്റ്റീവ് ക്രോസ് ഓവർ, പാസീവ് ക്രോസ് ഓവർ. പാസീവ് ക്രോസ് ഓവർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ കാണുന്ന ഇതാണ് പാസീവ് ക്രോസ് ഓവർ. അതായത് ഈ കാണുന്ന ഈ സെക്ഷൻ, ഇതിലിപ്പോൾ ഈ കാണുന്നില്ലേ, ഈ ബോർഡാണ് പാസീവ് ക്രോസ് ഓവർ. നമ്മൾ ഈ ബോക്സിന് അകത്ത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ഈ ട്വീറ്ററിൻ്റെ ഈ സെക്ഷനിൽ ട്വീറ്ററിൻ്റെ ഈ സെക്ഷൻ നമുക്കിവിടെ ഈ കപ്പാസിറ്ററുകൾ വഴി ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ റേഞ്ച് ഔട്ട്പുട്ടിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നു. ഇത് പാസീവായിട്ട് പവർ ഉപയോഗിക്കാതെ നേരിട്ട് ചെയ്യുന്നു. ഇത് ആക്റ്റീവായിട്ട് പവർ ഉപയോഗിച്ച് ചെയ്യുന്നു. രണ്ടും ചെയ്യുന്നത് ഫിൽറ്ററിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ കേട്ട നമ്മൾ സ്പീക്കേഴ്സിൽ കൊടുത്തിട്ട് കേട്ടിട്ടുള്ളത് ഇതിനകത്തുള്ള ട്വീറ്ററിൻ്റെ എഫക്റ്റാണ് ആ ബോക്സിനകത്തുള്ളത്. ഇതിനകത്തുള്ള ട്വീറ്ററിൻ്റെ ലൈനിനെ കവർ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ ചെറിയ ബോർഡിൽ നിന്നുള്ള ഔട്ട്പുട്ട് കയറി വന്നേക്കുന്നു. അപ്പോൾ ഇമ്പ്രൂവ്ഡ് എക്സ്പീരിയൻസ് ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്, പ്രൂഫാണ്. ഇനിയിപ്പോൾ വില എന്താണെന്ന് ചോദിക്കേണ്ട, 250 റുപ്യ അറൗണ്ട് മറ്റേ വില ഉള്ളൂ. ഈ വാട്സപ്പ് നമ്പർ ഞങ്ങളുടെ ഡിസ്പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് അതിനകത്ത് കയറിയാൽ അവരുടെ കാറ്റലോഗ് ലിസാനുണ്ട്. നേരിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ കോൾ ചെയ്തിട്ടോ വോയിസ് വിട്ടിട്ടോ ചോദിക്കാം എന്താണ് വില എന്ന്. അപ്പോൾ ആ വില നിങ്ങൾ പേയ്മെൻറ്റ് അടയ്ക്കുക, നിങ്ങൾക്ക് കിട്ടും. അപ്പം VI ഓഡിയോയുടെ ഇതിന് മുമ്പ് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ് ഈ കാണുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയേ.